നമുക്കറിയാം ന്യൂസിലാൻഡ് ഓസ്കിയിൽ ചില ചേഞ്ചസ് വന്നു. ഇനിയും ചില ചേഞ്ചസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ലാസ്റ്റ് ഇയറിൽ മെയ് 1 ചേഞ്ചസ് വന്നത്. സോ അങ്ങനെ ഒരു ചേഞ്ച് വന്നാലും നിങ്ങളെപ്പോഴും ഒരു യൂണിക് സ്ട്രക്ചർ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഹാൻഡ് ഹൈജീൻ ചെയ്യുന്നു, സേഫ്റ്റി ചെക്ക് ചെയ്യുന്നു, പേഷ്യൻ്റെ കൺസെൻറ്റ് എടുക്കുന്നു, അതിനുശേഷം അസസ്മെൻറ്റ് സ്റ്റേഷൻ ആണെങ്കിൽ അത് ചെയ്യുന്നു. ദെൻ കൺക്ലൂഷനിൽ ചിലപ്പോൾ ഒരു ഡോക്യുമെൻറ്റേഷനോട് കൂടിയായിരിക്കും കൺക്ലൂഡ് ചെയ്യേണ്ടത്. സോ ഇങ്ങനൊരു ഫോർമാറ്റ് യൂണിക്കായിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അതോടൊപ്പം തന്നെ ഒരു സ്റ്റേഷനിൽ ചിലപ്പോൾ ചില ടൂൾസൊക്കെ ആയിരിക്കും ഇംപ്ലിമെൻ്റ് ആവുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ റീസെൻ്റ്ലി ആഡ് ഓൺ ആയ PQRST പോലുള്ള ടൂൾ. സോ ആ ഒരു ന്യൂമോണിക്സ് ഓർത്തിരിക്കുക. അതുപോലെ BLS സ്റ്റേഷനിലാണെങ്കിൽ DRS ABCD അല്ലെങ്കിൽ ISBAR ഫോർമാറ്റ്, ഇതുപോലുള്ള ന്യൂമോണിക്സ് ഓർത്തിരിക്കുന്നത് വളരെ ഉപകാരമായിരിക്കും. ഒരു സ്റ്റേഷൻ പെട്ടെന്ന് ചേഞ്ച് ആയെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഒരു 3 സെക്കൻഡ് റൂള് ഫോളോ ചെയ്യാം. നിങ്ങളൊരു സ്റ്റേഷൻ ചേഞ്ച് ആയെന്ന് തോന്നുമ്പോൾ തന്നെ അൻഷ്യസ് ആവാതെ ടേക്ക് എ ബ്രീഫ് പോസ്. ഓക്കെ, സോ അവിടെ നിങ്ങളൊന്ന് 2 to 3 സെക്കൻഡ് ഒരു പോസ് എടുത്ത് നിങ്ങളൊന്ന് ആലോചിക്കുക നിങ്ങളുടെ ഏത് സ്കില്ലാണ് അവിടെ അസസ് ചെയ്യുന്നതെന്ന്. അതിനുശേഷം ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നമുക്കറിയാം എക്സാം എന്ന് പറയുന്നത് ഒരു ആൻഷ്യസ് സിറ്റുവേഷനാണ്. സോ ഒരു സ്റ്റേഷൻ ഇൻസൈഡ് നിങ്ങൾ അപ്പിയർ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ആൻസൈറ്റി ഉണ്ടായിരിക്കും. സോ എപ്പോഴും നിങ്ങൾ ഫോളോ ചെയ്യുക ഒരു ഐ കോൺടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ബ്രീത്ത് സ്റ്റഡിലി ആൻഡ് സ്ലോ യുവർ സ്പീച്ച് ലൈക്ക് ദിസ്. അത് വളരെയധികം ഉപകാരപ്പെടും. കാരണം കൂടുതലും ക്യാൻഡിഡേറ്റ് ആൻഷ്യസ് ആകുമ്പോൾ അവർ വളരെ ഫാസ്റ്റായിട്ട് സ്പീക്ക് ചെയ്യുന്നൊരു ടെൻഡൻസി കാണാറുണ്ട്. അതുപോലെ തന്നെ മെയിൻറ്റെയിൻ യുവർ ബോഡി ലാംഗ്വേജ് സ്റ്റഡിലി. സോ ഇതുപോലെ നിങ്ങൾ വളരെ കാമായിട്ട് ഒരു സ്റ്റേഷൻസ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കോൺഫിഡൻസും ഉണ്ടായിരിക്കും. എപ്പോഴും നിങ്ങൾ ഓർക്കുക, ഒരു സ്റ്റേഷൻ അല്ല ഇവിടെ ചേഞ്ച് ആവുന്നത്, ഒരു സിനാരിയോ ആണ് ചേഞ്ച് ആവുന്നത്. സോ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ സിനാരിയോസ് വെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സെയിം സ്കില്ല് തന്നെയായിരിക്കും ഇവിടെ അസസ് ചെയ്യുന്നത്.